ഇന്ന് നമ്മൾ ഒരു സ്നാക്ക് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ഈവനിങ് ചായയുടെ കൂടെയും അല്ലാതെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. പുറമൊക്കെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റും എന്നാൽ ഉള്ളിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിങ്ങും ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദാമാവ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്തു. ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. നമ്മളിതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാരയും പാകത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ സ്പൂൺ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം ഞാനിതിലേക്ക് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇത് കൈകൊണ്ട് തന്നെ വീണ്ടും നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഓയിലും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ ഇളം ചൂടുവെള്ളം ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ. ചൂട് ഒരുപാടായി പോകരുത്, ചെറിയ ഒരു ചൂടോട് കൂടിയുള്ള വെള്ളം വേണം ചേർത്ത് കുഴച്ചെടുക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള പാല് ചേർത്തിട്ട് കുഴച്ചെടുത്താലും മതി. ഞാനിപ്പോൾ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ ഈ മാവ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തു. എന്നിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ കുറച്ച് ഓയിലും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാവിൻ്റെ മുകളിലും അതുപോലെ തന്നെ ഇത് വെക്കുന്ന പാത്രത്തിലുമെല്ലാം നന്നായിട്ട് തന്നെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കണം. അപ്പോഴേക്കും ഈ മാവ് നന്നായിട്ട് പൊങ്ങി വരും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ബോൺലെസ് ചിക്കൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പൊടികളെല്ലാം ചിക്കനിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഇത് ഒരു അരമണിക്കൂർ നമ്മൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഒരു അരമണിക്കൂർ വെച്ച് കഴിയുമ്പോഴേക്കും ഈ മസാലകളെല്ലാം ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കും. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ട ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ നേരത്തെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത അതേ പാനിലേക്ക് തന്നെ മീഡിയം സൈസുള്ള ഒരു സവോള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവോളയൊന്ന് വാടി വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സവോള ചെറുതായിട്ടൊന്ന് വാടി വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുത്താലും മതി. അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നമ്മളിതിലേക്ക് ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു തക്കാളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരുപാട് വലിയ തക്കാളിയൊന്നും അല്ല, ഒരു ചെറിയ തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ക്യാപ്സിക്കവും തക്കാളിയും അതുപോലെ സവോളയും ഒക്കെ നന്നായിട്ടൊന്ന് വെന്തും കിട്ടും. അപ്പോൾ 2 മിനിറ്റ് നമ്മളൊന്ന് മൂടി വെച്ചതിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ സോയാ സോസും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഈ സോയാ സോസിൽ ഉപ്പുള്ളത് കൊണ്ട് നമ്മൾ ഈ ഒരു സമയത്ത് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. അതിനുശേഷം ഞാൻ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മൾ ആദ്യമേ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അതിനുശേഷം ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ മുളക് പൊടിയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ചിക്കൻ നമ്മൾ വീണ്ടും ചെറിയ പീസാക്കി ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു മസാലയിലേക്ക് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ ഈ മാവ് ഒന്ന് കുഴച്ച് വെച്ചിട്ട് ഒരു 2 മണിക്കൂറായിട്ടുണ്ട്. മാവൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ചിലപ്പോൾ 2 മണിക്കൂറൊന്നും വേണ്ടി വരില്ല മാവ് നന്നായിട്ട് പൊങ്ങി വരാൻ. ഒരു 1.5 മണിക്കൂറൊക്കെ വെച്ചാലും മതിയാവും.
ഇനി നമ്മൾ ഈ മാവ് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇത് രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ചപ്പാത്തി പലകയിൽ കുറച്ച് മൈദാമാവ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാവൊന്ന് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കണം. ഒരുപാട് അങ്ങ് തിന്നായി പോകരുത്, കുറച്ച് തിക്നെസ്സോടു കൂടി തന്നെ വേണം നമ്മൾ ഈ മാവൊന്ന് പരത്തിയെടുക്കാൻ. പിന്നെ നമ്മൾ ഇത് ഏത് പാത്രത്തിലാണോ ചെയ്തെടുക്കുന്നത് ആ ഒരു പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ മാവൊന്ന് പരത്തിയെടുക്കാൻ. ഇപ്പോൾ നമ്മൾ ഈ മാവ് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. അപ്പോൾ ഈ പാത്രത്തിൽ നമ്മൾ ആദ്യമേ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം വേണം നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന മാവ് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാൻ. അപ്പോൾ എന്നിട്ട് നമ്മൾ പതിയെ എല്ലാ സൈഡും ഒന്ന് കറക്റ്റാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ അതിനുള്ളിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഫില്ലിംഗ് നന്നായിട്ടൊന്ന് തണുത്ത് വന്നതിന് ശേഷം വേണം ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഫില്ലിംഗ് മുഴുവനും നമ്മൾ ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മാവ് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. എന്നിട്ട് അതിന് മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇതൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫില്ലിങ് വെച്ചതിന് മുകളിലേക്ക് ഈ ഒരു മാവും കൂടി വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇത് സൈഡെല്ലാം കൈകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫില്ലിംഗ് ഒന്നും വെളിയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ രണ്ട് സൈഡും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫില്ലിങ് വെക്കുമ്പോഴേക്കും നടുവിൽ തന്നെ കൂടുതൽ വെച്ച് കൊടുക്കുക. അപ്പോൾ സൈഡിലൊക്കെ ഒരുപാടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഈസി ആയിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് ഇതുപോലെ ചേർത്ത് കൈകൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ നമ്മൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഇതിന് മുകളിലൊക്കെ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അതിന് ശേഷം നമ്മൾ 1 ടേബിൾ സ്പൂണോളം ബട്ടർ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. ഞാനിപ്പോൾ ഒരു 3 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അതിന് ശേഷം നമ്മൾ കുറച്ച് മല്ലിയില ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ബട്ടർ അൺസോൾട്ടഡ് ബട്ടർ ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബണ്ണിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു ബ്രഷ് വെച്ചിട്ട് ഇത് എല്ലാ സൈഡിലും നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യമേ വരഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവിടെ ഒന്നുകൂടി ഒന്ന് തെളിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും ഇതിന് മുകളിൽ ഒന്നുകൂടി ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു കത്തി കൊണ്ട് ഒന്നുകൂടി ഒന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് ഇതൊന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതിൻ്റെ മുകളിലേക്ക് ചില്ലി ഫ്ലേക്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. ഒരു നുള്ളു ചില്ലി ഫ്ലേക്സും കൂടി ഇതിന് മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരല്പം ഒറിഗാനോയും കൂടി നമ്മൾ ഇതിന് മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബട്ടർ തേച്ചതിന് മുകളിലേക്ക് ചില്ലി ഫ്ലേക്സും ഒറിഗാനോയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒന്നെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പാത്രത്തിൽ വെക്കുമ്പോൾ പാത്രം ഓൾറെഡി ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതിനുള്ളിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിനുള്ളിലേക്ക് ഈ ഒരു പാത്രം ഇറക്കി വെച്ചിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ. ഒരു 30 മിനിറ്റ് മതിയാവും. അല്ലെങ്കിൽ നമുക്ക് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 30 മിനിറ്റിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയതാണ്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. പുറമൊക്കെ നല്ല സോഫ്റ്റാണ്, ഉള്ളിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ്ങും ഉണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക്